ചുണ്ട് ഇതായി കഴിച്ച് കയ്യിലൊക്കെ മറിച്ചു. ചുണ്ട് ഇതായി കഴിച്ച് കയ്യിലൊക്കെ മറിച്ചു. ചുണ്ട് ഇതായി കഴിച്ച് കയ്യിലൊക്കെ മറിച്ചു. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കേരളം ഉറക്കമുണർന്നത്, മലയാളികൾ ഉറക്കമുണർന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാണ്, വാർത്ത കേട്ടാണ്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുൾപ്പെടെ 3 പേർ മരിച്ച സംഭവം. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് മുൻപ് മദ്യലഹരിയിൽ അർച്ചനയെ ആൺസുഹൃത്ത് മർദ്ദിച്ചതിന്റെ തെളിവുകളും പുറത്തു വന്നിരുന്നു. അർച്ചന തന്നെ സ്വന്തം മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. വിനീഷ്, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ആൺസുഹൃത്തുമായിട്ടുള്ള വഴക്കിനെ തുടർന്ന് യുവതി കിണറ്റിലേക്ക് ചാടുന്നു. അത് രക്ഷിക്കാനിറങ്ങിയ ഈ ആൺസുഹൃത്തിനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ദാരുണമായ മരണം, 3 പേർക്കും ദാരുണമായ മരണം സംഭവിക്കുന്നു. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? മാത്രമല്ല, ഇരുവരും ഈ അർച്ചനയും ശിവകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ, അർച്ചനയെ ശിവകൃഷ്ണൻ ഈ മരിക്കുന്നതിന് മുൻപ്, അപകടത്തിന് മുൻപ് മദ്യലഹരിയിൽ മർദ്ദിച്ചതിന്റെ തെളിവുകളും ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇരുവരും തമ്മിൽ ഈ കഴിഞ്ഞ രാത്രി മാത്രമല്ല പതിവായി ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നതാണോ? തീർച്ചയായിട്ടും കൊട്ടാരക്കര ആനക്കോട്ടൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടിയാണ് അർച്ചന എന്ന യുവതി അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് കിണറിൽ എടുത്ത് ചാടുകയായിരുന്നു. അർച്ചനയുടെ ആൺസുഹൃത്തായ ശിവകൃഷ്ണനുമായിട്ടുള്ള വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ ശിവകൃഷ്ണൻ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുന്നു. കൊട്ടാരക്കരയിലെ ഫയർ യൂണിറ്റ് മെയിൻ ഓഫീസർ ഉടൻ തന്നെ ഈ കിണറ്റിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ അർച്ചനയെ റോപ്പ് വെച്ച് കെട്ടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന സമയത്തായിരുന്നു ഈ കിണറ്റുകരയിൽ നിന്ന് ഈ അർച്ചനയുടെ സുഹൃത്ത് ഈ കിണറിൻ്റെ വക്ക കെട്ടിയ ഭാഗമാണ്, അതായത് ആൾമറ കെട്ടിയ ഭാഗത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഈ വീണ സമയത്ത് കല്ലും കട്ടയും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മുകളിലേക്ക് വീഴുകയും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും ചെയ്തു. ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് മണ്ണിനടിയിൽ പെട്ടുപോയ 2 പേരുടെയും മൃതശരീരങ്ങൾ പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് നാടിനെ നടുക്കിയ വലിയ ഒരു സംഭവമായി മാറി. കൊട്ടാരക്കര ആനക്കോട്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പോലീസ് എത്തി. പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം. പോലീസ് വന്നു. കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിയുന്നത് ഈ ആൺസുഹൃത്ത് തൃശ്ശൂർ സ്വദേശിയാണ്. ഏകദേശം കുറച്ച് മാസങ്ങളായി ഇവർ ഒരുമിച്ച് താമസിക്കുന്നു. അർച്ചനയുടെ ഭർത്താവ് പിണങ്ങി താമസിക്കുന്ന സമയത്ത് ഇയാളോടൊപ്പമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയുന്നത്. ഈ തൃശ്ശൂർ സ്വദേശി മദ്യപാനിയായിരുന്നു, നിരന്തരം അർച്ചനയെ മർദ്ദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു എന്നെല്ലാം ഇപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇതിൻ്റെ ഒരു ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ അർച്ചന ഈ കിണറ്റിലേക്ക് ചാടുന്നതിന് തൊട്ടു മുന്നേ മണിക്കൂറുകൾക്ക് മുൻപായിട്ട് മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും അത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ വലിയ തെളിവാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അർച്ചനയുടെ 3 മക്കളും മൊഴി നൽകിയിട്ടുണ്ട്, പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. DYSP SP അടങ്ങുന്ന സംഘം ഈ സംഭവ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് കേട്ടോ. യെസ്, വിനീഷിലേക്ക് വരാം. അതിനു മുൻപ്
ഇവരുടെ സുഹൃത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഫയർഫോഴ്സുകാരൻ കയറി പിടിച്ചിറങ്ങിയതിന് ശേഷമാണോ? ഇറങ്ങിയ ശേഷം പൊക്കി കയറ്റി ഒരുവിധം ഓയി അത്ര ആയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് വീണത്. പൊങ്ങി പിന്നെ ഇങ്ങനെ വലിക്കണിടയിൽ ഇത് കട്ട ഇടിഞ്ഞപ്പോൾ ഒരു കട്ട ഇടിഞ്ഞ് ഒരാൾക്ക് ഇതായി. പിന്നെ ബാക്കി ഒന്നും കൂടി അമർത്തി വലിച്ചപ്പോഴേക്കും ബാക്കി കട്ടകളായപ്പോൾ ഇവിടെ നിന്ന് അവനും കൂടി വീണ്. അതാണ് പറ്റിയത്. ഞാൻ ഈ അറ്റത്തായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന സാറും ഇങ്ങനെ വലിച്ച് സാറ് വീഴാൻ പോയപ്പോൾ വലിച്ചതാണ്. ഞാനും പോയതിനകത്ത്. 12 തൊട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ വാർഡ് മെമ്പർ 1:15 ഇതുപോലെ ആരോ കിണറ്റി വീണെന്നും ഇവിടുന്ന് ആരോ സ്ത്രീകൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ വീണ്ടും കറക്റ്റ് എന്തോന്ന് ചോദിച്ചപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതേപോലെ അർച്ചന കിണറ്റി ചാടി, അതിനോടൊപ്പം തന്നെ ഭർത്താവും കൂടെ ചാടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഏകദേശം 5 വർഷത്തോളം ആകുന്നതേ ഉള്ളൂ. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടമാണ്. അതുപോലെ തന്നെ 25 വർഷത്തിലധികം പഴക്കമുള്ള കിണറുമാണ്, പഞ്ചായത്തിൻ്റെ കിണറുമാണ്. ഇപ്പോൾ അർച്ചനയും കുഞ്ഞുങ്ങളും ആണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ അവരുടെ ഭർത്താവ് ഇപ്പം ഏകദേശം 2-3 മാസമായിട്ടേ ഉള്ളൂ ഇവിടെ ഈ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം മദ്യക്കുപ്പിയായിട്ട് വന്ന് മദ്യപിച്ചിട്ട് ഈ അർച്ചനയെ നല്ലതുപോലെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അർച്ചന എടുത്ത് കണിച്ച് ചാടിയാണ് ചെയ്തത്. വീണ്ടും വിനീഷിലേക്ക്. വിനീഷ്, ഈ വീട്ടമ്മയുടെ മരണത്തിൽ 3 പെൺകുട്ടികളാണ് അനാഥരായത്. എത്ര നാളായിട്ടാണ് ഈ അർച്ചനയും ഈ ആൺസുഹൃത്തും ഒന്നിച്ച് താമസിച്ചിരുന്നത്? ഇവർ വിവാഹിതരല്ല എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇവരുടെ ഭർത്താവ് ഈ സ്ഥലത്ത് തന്നെയാണോ താമസം? ഇവിടെ തന്നെ ഉണ്ടോ? മാത്രമല്ല, എത്ര നാളായി ഇരുവരും തമ്മിലുള്ള ബന്ധമുണ്ട്? എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ? ഇതേക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അർച്ചന വെളിയം സ്വദേശിനിയായിരുന്നു. അവിടെയായിരുന്നു ഇവർ നേരത്തെ താമസിച്ചിരുന്നു, ഭർത്താവുമൊത്ത് താമസിച്ചിരുന്നു. അങ്ങനെ അവർക്ക് ലൈഫ് മിഷൻ വീട് അനുവദിച്ച സമയത്താണ് ഇവർ ഈ പുല്ലാമലയിലെ വീട് വാങ്ങുന്നതും. അങ്ങനെ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീട് ഈ ഇപ്പോൾ താമസിക്കുന്ന ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ഇപ്പോൾ ആ വീട് നിർമ്മാണമൊക്കെ നടത്തിയതെന്നാണ് ആ പഞ്ചായത്ത് മെമ്പറടക്കം നമ്മളടുത്ത് പറഞ്ഞത്. അപ്പം തുടർന്ന് ആ സമയങ്ങളിലുണ്ടായ ഭർത്താവ് പിന്നീട് പിണങ്ങിപ്പോയ സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ ഇപ്പോഴത്തെ സുഹൃത്ത് ഇവരോടൊപ്പം താമസിച്ചു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരസ്പരം ഉണ്ടായ തർക്കം, ഈ വലിയ രീതിയിലുള്ള ഈ ഒരു അക്രമത്തിലേക്ക് വഴിവെച്ച സാഹചര്യം, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൻ്റെ തുടക്കം. ശരിക്കും പറഞ്ഞാൽ ഈ ലഹരി തന്നെയാണ് ടോം, നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ കുടുംബങ്ങളെയും നശിപ്പിക്കുന്നത് ലഹരിയുടെ അധിക ഉപയോഗം. ഈ ലഹരിക്ക് അടിമയായിരുന്നു ഇയാൾ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തന സമയത്തും ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം പറഞ്ഞു ഇയാളുടെ അടുത്ത് നിന്ന് ഈ കിണറിൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾ അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. ഇയാൾ വീണ്ടും ഒരു ടോർച്ച് അടിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകരോടൊപ്പം തന്നെ അവരെ ശല്യം ചെയ്യുന്ന തരത്തിൽ നിൽക്കുന്നു. അതായത് അയാളും മദ്യലഹരിയിലായിരുന്നു, അയാളുടെ ഒരു പെരുമാറ്റവും. അത് ശരിക്കും അവരുടെ ഈ ജോലിക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്. അപ്പം ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഈ ആ കിണറിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് ഇയാളോടൊപ്പം തന്നെ കിണറിനുള്ളിലേക്ക് വീഴുന്നിട്ടും. അപ്പം ഇയാൾക്ക് ശരിക്കും സ്വബോധം നഷ്ടപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു. ഇതിന് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ യുവതിക്ക് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അവരുടെ മുഖത്തും കണ്ണിനും ഒക്കെ നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ അമ്മയെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്ന് മക്കൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ശരിക്കും ഈ അർച്ചനയ്ക്ക് 3 കുട്ടികളാണ് ഉള്ളത്. എല്ലാം കുറച്ച് മുതിർന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. എന്നാലും അവരുടെ മൊഴിയും നിർണായകമാണ്. SP അടക്കം പറയുന്നത് അവരുടെ എല്ലാം വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് മറ്റൊരു കാര്യവും, അർച്ചനയെ മർദ്ദിച്ച ആളും ഇപ്പോൾ ജീവനോടെയില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 മരണമാണ് ഈ നാട്ടിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തകനായി വന്ന ആളുടെ ജീവനും നഷ്ടപ്പെട്ട സാഹചര്യമെത്തി. അതിദാരുണമായ ഒരു ദുരന്തം തന്നെയായിരുന്നു ടോം കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഭവിച്ചത്. വ്യക്തമാണ്. വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് 2 ദിവസം അവധി നൽകി മാനേജ്മെന്റ്. നടപടി മറ്റ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതിയെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാത്തതിനാലാണ് നടപടിയെടുത്തതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പാളിന്റെ വിശദീകരണം. സ്കൂൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 30 വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും. സ്റ്റിൽ നൗ ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ഫ്രം പേരൻസ്. പാൻറ്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്. കോട്ട് മുടി 2 പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത്. 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു. നമുക്കിങ്ങനെയാണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. ഞാൻ 1.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം, തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല. നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ്. പിന്നീട് 10th കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമിൽ. അപ്പോൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റിനോട് സംസാരിക്കുമ്പോൾ പാരൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ 2-3 പേര് നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും. ഇതിപ്പോൾ പെട്ടെന്നാണ് ആ പെൺകുട്ടി ഒരു ഒരാഴ്ച സമയമായിട്ടുള്ളൂ. 7-ാം തീയതി മുതലാണ് പുള്ളിക്കാരി പെട്ടെന്നായിട്ട് മറ്റേ യൂണിഫോം മാറി അവരുടെ റിലീജിയസ് അറ്റയറിട്ട് ഉപയോഗിച്ച് വരാൻ തുടങ്ങിയത്. അപ്പം നാച്ചുറലി നമ്മുടെ സ്കൂളിൻ്റെ റൂൾസിനെതിരായതുകൊണ്ടും നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉള്ള നമ്മുടെ സ്കൂൾ ഡയറിയിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്. അപ്പോൾ ആ യൂണിഫോമിനെതിരായതുകൊണ്ടും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് അവരോട് സംസാരിച്ചു. ഇതല്ല നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം, നമ്മളിത് അബൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പേരൻസിനോടൊരു ലെറ്റർ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അവർ അതിൻ്റെ ഫർദറായിട്ട് പോയി ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി എടുത്തു. അതാണ് അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് രക്ഷിതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. എന്റെ മകള് തുടക്കം മുതൽ സ്കൂള് June 1 ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചുകൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. നമ്മൾ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് ഈ പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഓരോ സ്കൂളിലും പ്രവേശിക്കുന്നതിന് മുൻപ് അതിന്റെ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായും യൂണിഫോം ധരിക്കണം, യൂണിഫോം അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂള് പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഈ രീതിയിലൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്കൂള് 2 ദിവസത്തേക്ക് അടച്ചിട്ട സാഹചര്യം കൂടി. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിവാദത്തിന് പിന്നിൽ? ഈ കുട്ടി മറ്റൊരു സ്കൂളിൽ നിന്നും TC വാങ്ങിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതായത് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഈ സ്കൂൾ ഡയറിയിൽ ഉൾപ്പെടെ അതായത് 18ഉം 19ഉം ഈ ക്ലോസുകൾ സ്കൂൾ ഡയറിയിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ധരിച്ച് വേണം സ്കൂളിലെത്താൻ എന്നുള്ളതും സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിച്ച് വേണം സ്കൂളിലെത്താനെന്ന് തന്നെ സ്കൂൾ അധികൃതർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ പാരൻസ് പറയുന്നത് മറ്റൊരു ഡയറിയിൽ, അതായത് മറ്റു കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന ഡയറിയിൽ അങ്ങനെ ഇല്ല. അതായത് ആ പേജ് ബ്ലാങ്ക് ആണ്. ഈ കുട്ടിക്ക് കിട്ടിയ ഇതിൽ മാത്രമാണ് അങ്ങനെ ഉള്ളത് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു പ്രിൻസിപ്പാളാക്കാൻ സംശയം അത് നമ്മുടെ ലൈവിൽ തന്നെ അദ്ദേഹം നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിന് മറുപടി
എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാമോ, ചിലപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇതിൽ അച്ചടിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, അങ്ങനെ സംഭവിച്ചതായിരിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ സ്കൂളിന് കൃത്യമായ ഒരു ബൈലോ ഉണ്ട്, കൃത്യമായ ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം പ്രിൻസിപ്പാൾ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കോട്ടും ഷർട്ടും പാൻറ്റുമാണ് പെൺകുട്ടികൾക്ക്. അതുപോലെ മുടി ഉണ്ടെങ്കിൽ മുടി കെട്ടുകയാണെങ്കിൽ അത് മെടഞ്ഞ് അല്ലെങ്കിൽ 2 വശത്തേക്കും കെട്ടി റിബൺ വെച്ച് കെട്ടണം. അത് സ്കൂളിൻ്റെ സ്റ്റൈലാണ്. ഈ റിബൺ വെച്ച് മുടിയുടെ കാര്യത്തിലാണ് ഈ പെൺകുട്ടിക്ക് അത് പാലിക്കാതിരിക്കാൻ കഴിയുന്നത്. കാരണം ഹിജാബ് ധരിക്കും, ഇത് തല മറയുകയും മുടി മറയുകയും ഒക്കെ ചെയ്യും. അത് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നത് തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് എല്ലാവരും ഈക്വൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആ കോൺസെപ്റ്റ് നടപ്പിലാക്കാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ശ്രമിച്ചിട്ടുള്ളതും. അങ്ങനെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെയും ആയിക്കോട്ടെ, ഏത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റോ ഹൈന്ദവ സഭകൾ നടത്തുന്ന സ്കൂളുകളോ ഒക്കെ ആയിക്കോട്ടെ, ആ സ്കൂളിനൊരു ബൈലോ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ വിദ്യാർത്ഥികളും അവരുടെ പാരൻസും നിർബന്ധിതരാകണം. അത് അങ്ങനെ തന്നെയാണ്. അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. 2018 ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ട് സ്കൂളിന് ആ ബൈലോ തീരുമാനിക്കാം. സ്കൂളിനകത്ത് എങ്ങനെയൊക്കെ കുട്ടികൾക്ക് ആയിരിക്കണം, എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ സ്കൂളിനായിട്ടൊരു നിയമം ഉണ്ടാക്കാൻ പോലും മാനേജ്മെൻറ്റിന് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി. അല്ലാതെ ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറുമായി യോജിച്ചു പോകാത്ത ഒരാളാണെങ്കിൽ അവർക്ക് TC വാങ്ങി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരിടത്തേക്ക് പോകാമെന്നും അതിൽ ക്ലോസ് ആയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഹൈക്കോടതി നിയമത്തിൻ്റെ വയലേഷനാണ്. ശരിക്കും കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കുട്ടിയും അഡ്മിഷൻ എടുത്ത ശേഷം കുറച്ചു കാലത്തേക്ക് ഈ കുട്ടിക്ക് ഈ ഹിജാബ് ധരിച്ചു വരുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതിലേക്ക് ഈ പറയുന്നത് പോലെ മതം ഇമ്പോസ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തന്നെ അത്തരം സാഹചര്യങ്ങളെ തന്നെ മുളയിലെ നുള്ളണമെന്ന് വേണം, അങ്ങനത്തെ മെസ്സേജ് വേണം സ്കൂൾ കൊടുക്കാൻ. അത് തന്നെയാണ് സ്കൂൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ആ കുട്ടി പറയുന്നതനുസരിച്ച് അധ്യാപകർ എന്നോട് മോശമായി പെരുമാറി, അഹങ്കാരി എന്ന് വിളിച്ചു, ഡാൻസിനും പാട്ടിനും ഒക്കെ ചേരാത്തതിനൊക്കെ, അത് അത്തരം പരാതികൾ ഓക്കെ. പക്ഷേ ഇവരെ സംബന്ധിച്ചിട്ട് അവരുടെ പേരൻസ് ഉന്നയിക്കുന്ന പരാതി എന്ന് പറഞ്ഞാൽ പാരൻസിന്റെ സൈഡിൽ 2 പേരോട് ഞാൻ സംസാരിച്ചത്, 2 പേരും ഹിജാബ് ധരിച്ചത് ഞങ്ങളുടെ മൗലിക അവകാശമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മൗലിക അവകാശമാണ്, മതം ഒരാളുടെ മൗലിക അവകാശമാണ്. പക്ഷേ അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ബാധിക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മതവും ബാധിക്കാതിരിക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കണമെന്ന് കൂടി നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട്. അത് പലപ്പോഴും പലയിടത്തും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഇതൊക്കെ. കാരണം ഈ സ്കൂളിലെ പാരന്റും കുട്ടിയും തമ്മിലുള്ള ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാൻ കുറച്ച് ഈ മതവിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ സ്കൂളിലെത്തുകയും അവിടുത്തെ ഒരു ഡെക്കോറും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നീട് സ്കൂൾ 2 ദിവസം അവധിക്ക് നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? 2 ദിവസത്തേക്ക് സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട്. ഇതെന്തായാലും ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഒരുപക്ഷെ ഈ സ്കൂളിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സ്കൂളിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തമൊക്കെ പോലീസിനും മറ്റുമുണ്ട്. പക്ഷെ ഇവിടെ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ സ്വാഭാവികം നമുക്കറിയാം, ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഈ രീതിയിലുള്ളൊരു പരാതി നൽകുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകും. അതിന്റെ സത്യാവസ്ഥ പോലും പരിശോധിക്കാതെ ചില ഘട്ടങ്ങളിൽ നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ട അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ഈ സ്കൂളിനെതിരെ ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? ഈ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളാണോ ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾക്കും ഭീഷണിക്കും ഒക്കെ പിന്നിൽ? ആജ്ഞ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാനുള്ള സാധ്യതയേറാണ്. പ്രത്യേകിച്ചും നമ്മൾ അവരോട് ഈ നമ്മുടെ ലൈവ് കഴിഞ്ഞ ശേഷം ആ പാരൻസ് സ്കൂളിൽ വന്നിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഹൈക്കോടതി വിധിയെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുമില്ല. ശരിക്കും ഇത് ഈ കുട്ടി ഹിജാബ് ധരിക്കണമെന്ന് പറയുന്ന ആ ഒരു വാശി, അങ്ങനെ വേണം പറയാൻ, വാശിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട് എൻ്റെ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു നിയമമില്ലല്ലോ സർ എന്ന് അയാളോട് പറയുമ്പോൾ പുള്ളി അത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പുള്ളി തിരിച്ച് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ലൈവിൽ പോലും അദ്ദേഹം വീണ്ടും ഈ ടോം സൂചിപ്പിച്ച പോലെ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു, മാനസികമായി അധ്യാപകർ ഉപദ്രവിക്കുന്നു. കുട്ടി തന്നെ പറയുന്നുണ്ട്, ഡാൻസിനും പാട്ടിനും ചേരാത്തതിന് എന്നെ അഹങ്കാരി എന്ന് വിളിച്ചു, ഞാൻ അഹങ്കാരിയാണ്, എൻ്റെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിക്കുന്നു, അങ്ങനത്തെ കാര്യം കുട്ടി തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ അത് വേറൊരു പരാതിയാണ് കേട്ടോ. അത് ഈ ഹിജാബുമായി ബന്ധപ്പെടുത്തി അതിനെ ഇത് ചെയ്യുമ്പോൾ ഹിജാബ് ഇട്ടതിന് ടീച്ചർമാരുടെ റെസ്പോൺസ് ഇങ്ങനെ ആയിരുന്നു
എന്നുള്ളതാണോ, അതോ കുട്ടിയെ മറ്റൊരു തരത്തിൽ മാനസിക പീഡനങ്ങൾ കുട്ടിക്ക് ഏൽക്കേണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം അതോറിറ്റീസ് പരിശോധിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് അതോറിറ്റികൾ തന്നെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമാണ്. അങ്ങനെ കുട്ടി ടോം പറഞ്ഞതുപോലെ മൈനറായ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ, പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഈ പറയുന്ന മാനസികാവസ്ഥയും മാനസിക നിലയും മാനസികാരോഗ്യവും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നതിൽ വലിയ റോളുണ്ട്. ആ റോളിൽ ഒന്ന് മാത്രമാണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ വരെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മതം ഏതാണ്, ജാതി ഏതാണ്, ഒരു ഏജ് വരെ ഈ പറയുന്നവരെ നമ്മൾ ആരും കൺസേൺ ആയിരുന്നില്ല. പക്ഷേ അതോ ഇപ്പോഴേ ചെറിയ കുട്ടികളിലേക്ക് ഇത് നീ മുസ്ലിമാണ്, നീ ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ അവൻ മറ്റൊരു മതവിഭാഗമാണ്, ജാതി മറ്റതാണ്, ആ തരത്തിലേക്ക് അതിനെ എന്താ പറയുക വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കം, അത്തരം നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഹിജാബ് ഇഷ്യൂ വരുമ്പോൾ അവിടേക്ക് കുറച്ച് ആളുകൾ വരുന്നു. സംഘടനയുടെ ആളുകളെന്ന് പറയുന്നു, SDPIയുടെ ആളുകളെന്ന് പറയുന്നു, അതിൽ വ്യക്തതയില്ല. അപ്പോഴും ഇവരാണോ ഈ കുട്ടിയെ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഫാമിലിയെ ഇമ്പോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. സ്കൂളിൽ അന്തരീക്ഷത്തിലേക്ക് പ്രത്യേകിച്ചും കുഞ്ഞു മക്കൾ ഉൾപ്പെടെ, അതായത് പ്രീ ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ, പ്രീ KG ഉള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുഞ്ഞുങ്ങളുള്ള ബഡിങ് സ്റ്റേജിലുള്ള കുട്ടികളുള്ള സ്കൂൾ കൂടിയാണ്. അത്തരമൊരു ഡെക്കോറം മോശമാക്കുക, അവിടെ സ്കൂൾ അടപ്പിച്ചിടേണ്ടി വരിക, കുട്ടികൾ പേടിച്ച് ക്ലാസ് റൂമിൽ കയറുക, അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുക, അതും ഈ ഹിജാബിൻ്റെ പേരിലാണ്. അത് സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് 5-6 തവണ കുട്ടിയെ ഗേറ്റിന് പുറത്തു നിന്നും അത് മെക്കന അഴിച്ചിട്ട് ഈ ഹിജാബ് അഴിച്ചിട്ട് ഉള്ളിൽ കയറിയാൽ മതി എന്ന് പറയുന്ന നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഇത് സ്ഥിരമാക്കിയതോടെ കുട്ടി ക്ലാസ് റൂമിൽ നിരന്തരം ഇത് ധരിച്ചു വരികയും ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയ പാരൻസ് വന്ന ശേഷം ക്ലാസ് റൂമിൽ കയറ്റുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയെന്ന് പ്രിൻസിപ്പാളും പറയുന്നുണ്ട്. അത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കുട്ടി പോയത് എങ്ങനെയാണ്? ഇതിന് കുട്ടിക്ക് അത് ഈ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ മാത്രം പ്രതിഷേധമാണോ അല്ല എന്നുള്ള കാര്യമാണല്ലോ വ്യക്തമാകുന്നത്. ആ ഒരു പ്രതിഷേധത്തിലേക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ, അതായത് ഒരു ചെറിയ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും ഇങ്ങനെ, അല്ലെങ്കിൽ ആ സ്കൂളിൽ എങ്ങനെ കുട്ടിയെ റെപ്രസെന്റ് ചെയ്യണം, ഏത് മതത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് കുട്ടിയെ വിടണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാരൻസിനെ ഡൈവേർട്ട് ചെയ്യുന്നത് ആരാണ്? അത്തരം സാഹചര്യങ്ങളിലേക്കുള്ള വലിയ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും സ്കൂൾ AEO ഇന്ന് എത്തിയിട്ടുണ്ട്. അവരുമായി സംസാരിച്ച ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക. കുട്ടിക്ക് TC വാങ്ങി പോകാമെന്ന് ഹൈക്കോടതി നിയമവും അനുശാസിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ഒരു തരത്തിൽ ഈ കുട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾക്കൊക്കെ സ്പേസ് ഉള്ള ഇടമുള്ള മറ്റേതെങ്കിലും സ്കൂളുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് പോകാമെന്നാണ്. അതായത് സ്കൂളിന്റെ ഡെക്കോറത്തെ തകർക്കുന്ന, സ്കൂളിന്റെ ബൈലോയെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നായാലും കുട്ടിയുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് സ്കൂൾ മാനേജ്മെന്റിന് തന്നെ തീരുമാനിക്കാമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിയമം. ആ നിയമം നിലനിൽക്കുമ്പോൾ വ്യക്തമാണ്. അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു സാമൂഹ്യപരമായ ഒരു പ്രശ്നങ്ങളിലേക്ക്, മതപരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ മാറാതെ ഇതൊരു പക്വപരമായൊരു തീരുമാനമാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഇതിന് പിന്നിൽ ഏതെങ്കിലും സംഘടനകളുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം. മാത്രമല്ല രക്ഷിതാക്കൾ ആ കുട്ടിയെ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം കളിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാവിക്കും അത് ദോഷകരമാണെന്നൊരു തിരിച്ചറിവാണ് വേണ്ടത്. കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനം. RSS ക്യാമ്പുകളിൽ ലൈംഗിക ചൂഷണം നേരിട്ടെന്നായിരുന്നു അനന്തുവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. 4 വയസ്സ് മുതൽ ഈ RSS ക്യാമ്പുകളിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി എന്നായിരുന്നു അനന്തു ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പ്രത്യേകിച്ചും RSSന്റെ ക്യാമ്പിൽ ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. ഇതിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനമുണ്ട്. നിലവിൽ അന്വേഷണത്തിൽ ആരെങ്കിലും കുറിച്ച് പേരെടുത്ത് ഈ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. ഈ അന്വേഷണം ആരിലേക്കാണ് നീളുന്നത്? ടോം, ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ഒരു ലോഡ്ജിലാണ് അനന്തുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പാണ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സാമൂഹ്യ മാധ്യമ
മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ മരണം ഷെഡ്യൂൾ ചെയ്താണ് അനന്തു ഒരു ആത്മഹത്യ കുറിപ്പെട്ടത്. ഞാൻ മരിച്ച ശേഷം മാത്രമേ നിങ്ങളിത് കാണുകയുള്ളൂ, അറിയുകയുള്ളൂ. അതിന്റെ കാരണങ്ങൾ പേഴ്സണലായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്തുകൊണ്ട് മരിക്കുന്നു എന്ന കാര്യത്തിൽ അനന്തു വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ. അതിൽ 4 വയസ്സ് മുതൽ RSSന്റെ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. OTC ക്യാമ്പുകളിലൊക്കെ നടക്കുന്നത് വലിയ പീഡനമാണ്. ആൺകുട്ടികളെ പോലും ആ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നുണ്ട്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. താനും പല ചികിത്സ തനിക്ക് എടുക്കേണ്ടി വന്നു. ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി കുട്ടികളുണ്ട്. അവരെ കൌൺസിലിംഗ് നൽകണം, അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്നാണ് അനന്തു പറയുന്നത്. ആരുടെയും പേരെടുത്ത് പറഞ്ഞത്, ആരുടെ പേരും ഓർമ്മയില്ല എന്നാണ് അനന്തുവിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നിരവധി കുട്ടികൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ഈ കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവരെ ദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി അനന്തു ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. RSSന്റെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സ്വന്തം അച്ഛൻ പിതാവ് RSS ആണെങ്കിൽ പോലും അവർ വിശ്വസിക്കുന്നത് അത്രയധികം വിഷമാണ് അവർ പ്രചരിപ്പിക്കുന്നത്, അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കുട്ടികളെ വലിയൊരു ചൂഷണം ചെയ്യുന്നു. RSSന്റെ ക്യാമ്പുകളിൽ അതീവ ഗുരുതരമായ, നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും അധികം RSS ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. ആ ശാഖകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇത്തരം ലൈംഗിക പീഡനങ്ങൾ, അത് ആൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഒരു വലിയ ആരോപണമാണ് അനന്തു എന്ന യുവാവിന്റെ ഭാഗത്തുണ്ടാകുന്നത്. താൻ വർഷങ്ങളോളം RSSന്റെ സജീവ തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതായത് തനിക്ക് നേരെ മാത്രമല്ല, നിരവധി ആൺകുട്ടികൾ സമാനമായ രീതിയിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് അനന്തു പറഞ്ഞു വെക്കുന്നുണ്ട്. RSSന് മറുപടി നൽകേണ്ടതാണ്. പക്ഷെ ഇത് ആരുടെയും പേര് വ്യക്തമായി പരാമർശിക്കാത്തത് കൊണ്ട് ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ അന്വേഷണം നടത്താൻ കഴിയുക? പ്രത്യേകിച്ചും 4 വയസ്സ് മുതൽ ഈ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉള്ള സംഭവമാണ്. അതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. അത് എവിടെ വെച്ചാണ് ഈ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആരാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്, ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് വലിയൊരു വെല്ലുവിളിയാണ് പോലീസിന്. തമ്പാനൂർ പോലീസ് ഇപ്പോൾ ആ കേസ് എടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ്. അതിനൊപ്പം തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്താൻ തീരുമാനമെടുത്തു. പക്ഷെ ആർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. അന്വേഷണം നടക്കുകയാണ്. അനന്തുവിന്റെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ നേരത്തെ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു. അത്തരം ആ പോസ്റ്റുകൾ കൂടി പരിശോധിക്കുകയാണ്. അനന്തുവിന്റെ വീട്ടുകാരുടെയൊക്കെ മൊഴിയെടുക്കാനും തീരുമാനമുണ്ട്. ഏതായാലും വീട്ടുകാർ നിലവിൽ അത്ര ഒരു പരാതിയുമായി വന്നിട്ടില്ല. അനന്തു ചില ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ സമ്മതിക്കുന്നു. പക്ഷേ ഈ അനന്തു ഉന്നയിച്ച ആരോപണങ്ങൾ വീട്ടുകാർ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐയും CPM ഒക്കെ കോട്ടയം സ്വദേശിയാണ് അനന്തു. അവിടെ പ്രാദേശികമായും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തമ്പാനൂർ പോലീസ് അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ തെളിവുകൾ ഇക്കാലത്ത് കിട്ടുമെന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ തെളിവുകളിലേക്കും പോലീസ് പോകുന്നുണ്ട്. ഇത് ഒരു ദേശീയ രാഷ്ട്രീയത്തിന് സജീവ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള വിഷയത്തിൽ ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഗുരുതരമായ ആരോപണമാണ്, കൃത്യമായ അന്വേഷണം വേണം. ഇത്തരത്തിൽ കുട്ടികളെ, നമുക്കറിയാം RSS ക്യാമ്പുകൾ അത്രയധികം വിശ്വസിച്ച കുട്ടികളെ വിടുന്ന നിരവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട്, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അത്തരം കുട്ടികൾക്ക് ഈ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള ഗൌരവമുള്ള വിഷയമാണ്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന കാര്യമാണ് ആദ്യം പോലീസ് അന്വേഷിക്കുക. അതിന് ഈ അനന്തുവിന്റെ ആരോപണം തെളിയിക്കാൻ പറ്റിയ തെളിവുകൾ കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ആരോപണം മാത്രമായാണ് പോലീസ് ഇതിനെ കാണുന്നത്. പക്ഷേ അതിന്റെ വസ്തുതകളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്. അതിന്റെ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതിനാരെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പോലീസ് ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. RSS ശാഖയിൽ വെച്ച് 4-ാം വയസ്സ് മുതൽ ലൈംഗികമായി ചൂഷണത്തിന് ഇരയായെന്ന് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് കോട്ടയം സ്വദേശിയായ അനന്തു എന്ന ചെറുപ്പക്കാരൻ ജീവനൊടുക്കിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണക്കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIRകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആരോപണ വിധേയരായ ദേവസ്വം ഉദ്യോഗസ്ഥരെയുമാകും ആദ്യം ചോദ്യം ചെയ്യുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈയിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുന്നുണ്ട്. അതിനിടെ സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവമോർച്ച നടത്തിയ മാർച്ച് അക്രമാസക്തമായി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു.
വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ പരിശോധന നടത്തും. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ ഇതുവരെയുള്ള നടപടികൾ? പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യ എഫ്ഐആറിൽ പ്രതിപട്ടികയിലുള്ള വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡിലെ 10 ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നതിൽ ആദ്യഘട്ടമായി നോട്ടീസ് നൽകിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ആദ്യ നടപടി. അതിനുശേഷമായിരിക്കും ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ. ആ നടപടികൾ പൂർത്തിയാക്കി അവർ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന ഗൂഢാലോചന എന്നതിനപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങൾ ഈ വിഷയത്തിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന് ലഭിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ എഫ്ഐആറിൽ പരാമർശിക്കപ്പെടുന്ന 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളെ, അതായത് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധനയുമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിന്റെ ഫലമാണ്, ഗൂഢാലോചനയുടെ ഫലമാണ് ഈ 474 ഗ്രാം സ്വർണ്ണപ്പാളി മോഷണം പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതോടൊപ്പം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് 2019 ഭരണസമിതി അറിയാതെയോ അല്ലെങ്കിൽ അവരുടെ പ്രേരണയില്ലാതെയോ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഗൌരവത്തോടെ കണ്ടുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡാൻ, ഇതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംഭവത്തിൽ അന്വേഷണം നടത്താൻ എത്തുകയാണ്. ഇഡിയുടെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ, അതിലെ തെളിവുകൾ, രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 എഫ്ഐആറുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതിലെ വകുപ്പുകൾ, അതിലെ കണ്ടെത്തലുകൾ, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനിടയായ സാഹചര്യം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും സമാന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡിയുടെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏത് തരത്തിലായിരിക്കും അന്വേഷണമെന്നൊന്നും കൃത്യമായ വിവരങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ RBI ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിക്ഷേപ തുക ഉപയോഗിച്ച് BLM തൃശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയതിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. തൃശൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 50 സെന്റ് സ്ഥലവും കെട്ടിടവും 70 കോടി രൂപയ്ക്കാണ് BLM വാങ്ങിയത്. പിന്നീട് ഈ സ്ഥലം ഈട് വെച്ച് ചെന്നൈയിലെ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും 50 ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. BLMന്റെ കള്ളപ്പണി ഇടപാടുകൾക്കൊപ്പം ഇത്തരം സാമ്പത്തിക തിരിമറികളും ഇഡിയുടെ അന്വേഷണ പരിധിയിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ നിക്ഷേപ തുക ഉപയോഗിച്ചാണ് BLM തൃശൂരിലെ രാഗം തിയേറ്ററും ഇതോടൊപ്പം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഓഹരികളും വാങ്ങിയതെന്നാണ് ഇഡിക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ തെളിവുകളാണ്, അതായത് തൃശൂർ രാഗം തിയേറ്റർ വാങ്ങിയതിന്റെ രേഖകളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. 70 കോടി രൂപയ്ക്ക് 50 സെന്റ് സ്ഥലവും കെട്ടിടവും വാങ്ങുന്നു. അത് നിക്ഷേപകർ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ വസ്തു ഈടുവെച്ച് ചെന്നൈയിൽ നിന്ന് 50 കോടി രൂപ വായ്പ എടുക്കുന്നു. എല്ലാ മാനദണ്ഡങ്ങളും, അതായത് RBIയുടെ അതോടൊപ്പം കേന്ദ്ര കോപ്പറേറ്റീവ് വകുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് BLMന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം. ഈ വിഷയത്തിൽ കടുത്ത നടപടി ആവശ്യമല്ലേ നവമി?
ടോം, ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്ഥാപനങ്ങൾ കോട്ടയം, കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇഡിയുടെ ഒരു പരിശോധനയും അവരോട് ചില രേഖകൾ ഹാജരാക്കാനും ഒക്കെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഒരു അന്വേഷണം കൂടി ഈ രാഗം തിയേറ്റർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതിൽ പറയുന്നത് BLM എന്ന കമ്പനി എന്ന സൊസൈറ്റിക്കെതിരെയാണ് ഇപ്പോഴുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. അതായത് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തുള്ള രാഗം തിയേറ്ററും അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലവും 50 സെന്റോളം സ്ഥലവും 2024 ഒക്ടോബറിലാണ് ഈ BLM വാങ്ങിയത്. പിന്നീട് ഈ നിക്ഷേപകരിൽ നിന്നും സമാഹരിച്ച തുക അത് നിക്ഷേപകർ അറിയാതെ 70 കോടി 50 ലക്ഷം രൂപ ഇത് വാങ്ങുന്നതിനായി ഇവർ ചിലവഴിക്കുകയും ചെയ്തു. പക്ഷെ ഇതിന്റെ ഈ സ്ഥലം ഉടമയ്ക്ക് ആ മുഴുവൻ പണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ സ്ഥലം ഈട് വെച്ച് ചെന്നൈയിലെ 2 ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നും 50 കോടി രൂപയാണ് ഇവർ വായ്പ എടുത്തത്. അത് 2024 ഡിസംബർ 23-നാണ് ഈ ഇടപാട് നടക്കുന്നത്. 2024 ഒക്ടോബറിൽ ഈ സ്ഥലം വാങ്ങുന്നു. പിന്നീട് ഇത് മറിച്ച് മറ്റൊരു ബാങ്കിൽ വെച്ച്, ചെന്നൈയിലെ 2 ഫിനാൻഷ്യൽ ബാങ്കിൽ വെച്ച് അവിടെ നിന്ന് പണം എടുക്കുന്നു എന്നുള്ള വലിയ തട്ടിപ്പ് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ED ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ഈ സ്ഥാപനങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാജ്യാന്തര വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഷെയറും ഇതേപോലെ രീതിയിൽ ഇയാളിൽ നിന്നും വാങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയൊരു തട്ടിപ്പ് തന്നെയാണ് BLM നടത്തുന്നതെന്ന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. ഇതിന്റെ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ED ഈ വരും ദിവസങ്ങളിൽ ഒരു വലിയ അന്വേഷണത്തിലേക്ക് തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഈ രീതിയിൽ ഇവരുടെ നിക്ഷേപ തുക വകമാറ്റി മറ്റു പലയിടങ്ങളിലും നിക്ഷേപിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല. ഇനിയും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ചില നിക്ഷേപകർ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത കണ്ട് ഈ BLM-നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അപ്പം പറഞ്ഞത്, അവരുടെ ഈ നിക്ഷേപകരോട് പറഞ്ഞ കാര്യം, നിങ്ങളുടെ പണം വളരെ സുരക്ഷിതമാണ്, ഈ രീതിയിൽ ഞങ്ങൾ പലയിടങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അതിന്റെ ഓഹരി ഉണ്ടാകും. അതായത് BLM-ന്റെ ഓഹരികൾ ഈ നിക്ഷേപകരുടെ ഓഹരിയാണ് എന്ന രീതിയിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇത് ചില സാധുക്കളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കും. പക്ഷേ പലർക്കും പരാതി കൊടുക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവിടെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് വഴിയല്ല ഇടപാടുകൾ നടന്നിട്ടുള്ളത്, കള്ളപ്പണമാണ് പല നിക്ഷേപകരും ഇവിടെ BLM-ൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന വിവരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ പലരും പരാതിയുമായി രംഗത്ത് വരാത്തതും. നവമി, അതേറ്റവും പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ പണം സുരക്ഷിതമായി ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം ED അടക്കം ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി തുടർ നടപടികളിലേക്കെന്ന വിധേന അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് ED കടക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ മായി ബന്ധപ്പെട്ട മറ്റ് പണവിനിമയത്തിനൊക്കെ തടസ്സമുണ്ടാകും. അല്ലെങ്കിൽ ഇതൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് റദ്ദാക്കാനുള്ളൊരു സാധ്യതയൊക്കെ മുന്നിലുണ്ട്. കാരണം അത്രയും വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ തട്ടിപ്പ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. RBIയുടെ ചട്ടലംഘനം പ്രഥമ ദൃഷ്ട്യാ ഇതിൽ തെളിയുന്നുമുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ED ശക്തമായിട്ടുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനവും. തൃശ്ശൂരിലെ വ്യവസായിയായിട്ടുള്ള NV ജോർജിൽ നിന്നാണ് ഈ പണവും അല്ലെങ്കിൽ ഈ തിയേറ്ററും ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിന്റെ ഷെയറും ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പാവപ്പെട്ട നിക്ഷേപകരുടെ കാശാണെന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അവരിത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി ഇതുകൊണ്ട് അവർ മുങ്ങിക്കളഞ്ഞാൽ ഈ എന്ത് ചെയ്യും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. പലരും പേടിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്, ഇതിൽ നിക്ഷേപകരായിട്ടുണ്ട്. എന്തായാലും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെ നടന്നിട്ടുണ്ടെന്ന് തന്നെ ആണ് EDയും കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ സമാനമായിട്ടുള്ള പരാതി വന്നിരിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് കോപ്പറേറ്റീവ് വകുപ്പിനും ഇതോടൊപ്പം EDക്കും അടക്കം മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ ഇപ്പോഴും BLM-ന്റെ
പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. പല ബെനാമി ഇടപാടുകളും BLMന്റെ സ്ഥാപകനായിട്ടുള്ള പ്രേംകുമാർ പല ബെനാമി ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. മറ്റു പല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഇയാളുടെ ബെനാമികളുടേതാണ് എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെയാണ് ഇഡിക്കും കേന്ദ്ര IBക്കും ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രേംകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യണം, ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യണം. ആ രീതിയിലുള്ളൊരു നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ, അതോ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ മാത്രമാണോ ഇഡി ഇപ്പോൾ നടത്തുന്നത്? ഇഡി എന്തായാലും ഇതിലൊരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആ രീതിയിലേക്ക് ആയിരിക്കും മുന്നോട്ടുള്ള പോക്കും. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരുണ്ടോ എന്ന് പരിശോധിക്കും. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നു വന്ന പരാതികളിൽ കഴമ്പുണ്ടോ എന്നായിരിക്കും ഇഡിയുടെ അടുത്ത അന്വേഷണം. അതിനുവേണ്ടി ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് വിശദീകരണം ആവശ്യപ്പെടും, ചില രേഖകൾ ആവശ്യപ്പെടും. ഇപ്പോൾ ഉന്നയിച്ചതുപോലെ തന്നെ ഈ രാഗം തിയേറ്ററിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില നിർണായക തെളിവുകൾ, ഇതെല്ലാം തന്നെ ഉറപ്പായും ഇഡി ഇവരോട് തന്നെ ചോദിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ ഈ പ്രേംകുമാർ പണം നൽകിയിരുന്നു. ആ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതാണ് എന്ന വിവരം ഒക്കെ ഇഡിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഡി ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും മുന്നോട്ട് പോവുക. IBയുടെയൊക്കെ വിശദമായിട്ടുള്ള അല്ലെങ്കിൽ IBയുടെയൊക്കെ മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാളെ വരും ദിവസങ്ങളിൽ വിവരങ്ങൾ നൽകിയത്. BLMന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ കണ്ടെത്തിയ യുവതി മനുഷ്യക്കടത്തിന്റെ ഇരയെന്ന് കുടുംബം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയായ 25-കാരിയാണ് സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ടത്. ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത യുവതിയെ വിദേശത്തെത്തിച്ചത് കാർത്തികപ്പള്ളി സ്വദേശിനി താര സുരേന്ദ്രനാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സെക്സ് റാക്കറ്റിന് വഴങ്ങാൻ തയ്യാറാകാത്തതോടെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം യുവതിയെ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പം മെയ് 6-ാം തീയതിയാണ് അജ്മാനിലേക്ക് രാത്രി 9:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. 12:30 അവിടെ എത്തിയെന്നും പറഞ്ഞ് അച്ഛൻ്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ രാവിലെ വീട്ടിലോട്ട് വിളിച്ചോളാന്ന് പറയണേന്ന് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ടല്ലേ? എങ്ങനെയായി വിദേശത്തേക്ക് പോയത്? എന്ത് ജോലിക്കായിട്ടാണ് പോയത്? ആദ്യത്തെ പ്രാവശ്യം പോയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അത് അവിടെ ഇരുന്ന് വിളിക്കുകയും എടുക്കുകയും നമ്മളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോയ പ്രാവശ്യത്തെ നമ്മളെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ അപൂർവം മാത്രമേ നമ്മളോട് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ടാമത് പോയതിനു ശേഷം അല്ലേ? അപ്പോൾ ഈ രണ്ടാമത് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയായിരുന്നു? അവൾക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവളെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്കൊരു വീട് വെക്കണമെന്നുള്ള ലക്ഷ്യവും പിന്നെ കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് വീട്ടണം, അവളുടെ മോളെ നല്ല രീതിയിൽ വളർത്തണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവൾ പോകാൻ ഒരുങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ സ്ത്രീയാണോ? താര തന്നെയായിരുന്നു ആദ്യം കൊണ്ടുപോയതും. സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. പിന്നെയും താര വിളിച്ചിട്ടാണ് എൻ്റെ കുട്ടി പോകുന്നത്. ഈ താര എങ്ങനെയാ പരിചയം? അവള് മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ലോൺ ചെയ്യാൻ പോയി, അങ്ങനെയുള്ള പരിചയമാണ്. ഈ താര അവിടെ ലോൺ എടുക്കാൻ വന്നിരുന്നു? താര ലോൺ ചെയ്യാനായിട്ട് അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. താരയുടെ ഭർത്താവിന്റെ വീട്ടിലും താരയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. താര എന്ത് പറഞ്ഞാണ് അനിതി പരിചയപ്പെടുന്നത്? നേരത്തെ ഇവർ കിണിയുടെ കടയിൽ നിന്നുള്ള പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പരിചയപ്പെടുന്നത് ഈ ലോണിന്റെ SKSന്റെ ലോണിന്റെ ചെയ്യാൻ പോയപ്പോൾ അങ്ങനെയുള്ള പരിചയം. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, സമാനതകളില്ലാത്ത കൊടിയ പീഡനമാണ് ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിനിയായ 25-കാരിക്ക് നേരിടേണ്ടി വന്നത്. അത് വലിയ പ്രതീക്ഷയോടുകൂടി അജ്മാനിലെത്തുന്നു. അവിടെ ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ട സാഹചര്യമുണ്ട്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? ശരണ്യ,
ടോമെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നവമാധ്യമങ്ങളിലടക്കം അജ്മാനിൽ ഒരു സ്ത്രീയെ മനോനില തെറ്റിയ നിലയിൽ മലയാളി യുവതിയെ കണ്ടെത്തി എന്നുള്ള വിവരം വന്നിരുന്നു. ഈ പെൺകുട്ടിയുടെ മുഖം മാസ്ക് ചെയ്ത നിലയിൽ ആയിരുന്നു. തുടർന്ന് അവിടുത്തെ വിദേശ മലയാളികളായ ആളുകളുടെ സംഘടനകളൊക്കെ ചേർന്നാണ്, സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് ഈ യുവതിയെ എംബസിയിൽ എത്തിക്കുകയും അവിടെ നിന്നുള്ള ചികിത്സയ്ക്കായി മാറ്റുകയും ചെയ്തിട്ടുള്ളത്. മനോനില വീണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ യുവതിയെ വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഇത് ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നുള്ള യുവതിയാണ് എന്നുള്ള വിവരം തിരിച്ചറിയുന്നത്. തുടർന്ന് എംബസി അധികൃതർ ഉൾപ്പെടെ ഇവിടെ തോട്ടപ്പള്ളിയിലുള്ള കുടുംബവുമായി ബന്ധപ്പെടുകയായിരുന്നു. ഈ അജ്മാനിലേക്ക് ഈ തോട്ടപ്പള്ളി സ്വദേശിനിയായ 25-കാരി എത്തിയത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു. അതിൽ തന്നെ ആശുപത്രിയിൽ ജോലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെയുള്ള ഹരിപ്പാട് വിയപുരം സ്വദേശിയായ താര സുരേന്ദ്രൻ എന്ന സ്ത്രീയാണ് ഇവരെ സമീപിച്ചത് എന്ന് പറയുന്നു. താര സുരേന്ദ്രനുമായി ഈ മൈക്രോ ഫിനാൻസിൽ ജോലി ചെയ്തിരുന്ന യുവതി ലോണുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകൾക്കായാണ് ഈ താര സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് അവർ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ആദ്യം ജോലിക്ക് പോയി അത് വലിയ സക്സസ്ഫുൾ അല്ലാതെ മടങ്ങി വന്നതിനെ തുടർന്ന് രണ്ടാമതൊരു ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ താര സുരേന്ദ്രൻ രണ്ടാമത് ജോലിക്കായി കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ തവണ പോകുന്നത് ഈ താരയുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നുള്ളതാണ്. അജ്മാനിൽ എത്തിയ ശേഷമാണ് സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ താൻ അകപ്പെട്ടു എന്നുള്ള വിവരം ഈ യുവതി തിരിച്ചറിയുന്നത്. ഇവർക്ക് വഴങ്ങാതെ വന്നതോടുകൂടി വലിയ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. ഒരിക്കൽ വീഡിയോ കോൾ ചെയ്ത ഘട്ടത്തിൽ മുഖം മുഴുവൻ മർദ്ദനമേറ്റ് ചുമന്നിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. വളരെ ദയനീയമായ സാഹചര്യത്തിൽ ആ ഒരു ജീവിത പശ്ചാത്തലം മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയായിരുന്നു ഈ യുവതി അത്തരത്തിൽ വിദേശത്തേക്ക് പോയത്. ഗൾഫിൽ എത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ആ വീട്ടിൽ പോകുമ്പോൾ വളരെ ദയനീയമായി തോന്നി. 7 വയസ്സുകാരിയായ കുട്ടിയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചതാണ്. 3 പെൺമക്കളുള്ള കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് അവരുള്ളത്. അതിൽ തന്നെ ഇളയ കുട്ടിക്കാണ് ഇപ്പോൾ ഇങ്ങനെ അതായത് രണ്ടാമത്തെ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അവൾ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഒരു പലക അടിച്ച വീടും അതിനകത്ത് മുഴുവൻ ചോർന്നൊലിക്കുന്ന ഒരു തറ പോലും ഇല്ലാത്ത ഒരു വീടാണ് അതെന്നുള്ളതാണ്. അവിടെയാണ് കുട്ടിയുമായി താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു നല്ല വീട്, 2 മുറി ഒരു വീടും പെൺകുഞ്ഞിൻ്റെ വിദ്യാഭ്യാസവും കണക്കിലെടുത്താണ് ഈ യുവതി രണ്ടാമതും ഗൾഫിലേക്ക് പോകാൻ തയ്യാറായത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആശുപത്രി ജോലിക്കെന്ന് പറഞ്ഞ് ഇവരെ എത്തിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ മർദ്ദനത്തിന് ഇവർ പറഞ്ഞ് സെക്സ് റാക്കറ്റിന് വിധേയരാകാതായതോടുകൂടി തലമുടി അടക്കം ഈ പെൺകുട്ടിയുടെ മുറിച്ചു അവിടുന്ന് വടിച്ചു മാറ്റുന്ന സാഹചര്യം, മുടിയുടെ പല ഭാഗങ്ങളും വടിച്ചു മാറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ ഒരു മനോനില തെറ്റിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെ അജ്മാനിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത്, ഒരു മലയാളി റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് യുവതി നിൽക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട ആളുകളാണ് ഇവരെ പിന്നീട് പോലീസിനെ ബന്ധപ്പെടുകയും എംബസിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ താര സുരേന്ദ്രൻ അജ്മാനിൽ ഇത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നാണ് ഇവരുടെ മുൻ ഭർത്താവായ ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതൊരു മനുഷ്യക്കടത്താണ് എന്നുള്ളതാണ്. കാരണം പല രീതിയിൽ പ്രലോഭിച്ചും വേറെ ജോലി വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വിസ പരിപാടികൾക്കായി, അതായത് വിസ അടക്കമുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതിനായി വാങ്ങി അതിനോടൊപ്പം തന്നെയാണ് ഈ യുവതി അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടെ മനുഷ്യക്കടത്തിന് വിധേയരാക്കി അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ താര സുരേന്ദ്രനെതിരെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ യുവതി ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 7 വയസ്സുകാരിയായ മകൾ വീട്ടിലുണ്ട്, ആ കുട്ടിയെ എത്തിച്ചു നൽകുകയാണെങ്കിൽ 10 ലക്ഷം രൂപ നൽകാമെന്നുള്ള വാഗ്ദാനമടക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് യുവതിയുടെ കുടുംബം പറയുന്നത്. അത് യുവതി ഫോണിൽ ബന്ധപ്പെട്ട് ഇവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നു. എന്തായാലും വളരെ ഗൗരവമുള്ള സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ത്രീകൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ അവിടെ നിന്നും അതാണ് ഏറെ ആശങ്കപ്പെടുന്ന കാര്യം. കാരണം കൂടുതൽ സ്ത്രീകൾ, കൂടുതൽ യുവതികൾ ഈ രീതിയിൽ ഈ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ടോ, അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലും ആവശ്യമാണ്. ഈ കാർത്തികപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള താര സുരേന്ദ്രൻ, ഈ താര ഈ രീതിയിൽ സെക്സ് റാക്കറ്റിന്റെ പ്രധാന കണ്ണിയാണ്. മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകുന്നതൊക്കെ താരയാണെന്നുള്ള കൃത്യമായ വിവരമുണ്ട്. ഈ അമ്പലപ്പുഴ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്ത് നടപടി കേരള പോലീസിന് എന്ത് നടപടി വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയും? ശരണ്യ, അത്
അതിൽ തന്നെ ഒരു തട്ടിപ്പ് കേസിന് മാത്രമാണ് ടോമെ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതെന്നുള്ളതാണ്. നിലവിൽ താര സുരേന്ദ്രനെതിരെ എടുത്തിരിക്കുന്ന കേസ് തട്ടിപ്പ് കേസാണ്. പക്ഷേ താര സുരേന്ദ്രന്റെ ഭർത്താവ് തന്നെ നേരിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് ഇവർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടായിരുന്നുകൊണ്ടാണ് താൻ ഇവരെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മൂന്നാമത് താര സുരേന്ദ്രൻ വിവാഹം കഴിച്ച ഇപ്പോൾ വിവാഹമോചിതരാകുന്നതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ശരത് എന്ന് പറഞ്ഞ ആൾ ഉൾപ്പെടെ ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകളെ അടക്കം കൊണ്ടുപോകുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വിവാഹമോചനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ശരത്ത് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ പോലീസ് എന്തായാലും ഇതിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് വെറും ഒരു തട്ടിപ്പ് കേസല്ല, മറിച്ച് ഒരു സ്ത്രീയെ അവിടെ എത്തിച്ചു, അവരുടെ മനോനില തകരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറയുന്ന ശബ്ദ സംഭാഷണം അടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ ഒരു പ്രൈവസിയെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ അത്തരത്തിൽ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അജ്മാലിൽ എന്നുള്ളതാണ്. അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് എത്ര ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ ആളുകളുമായി സൗഹൃദം നടിച്ചുകൊണ്ട് അവരെ അവിടേക്ക് കടത്തുന്ന ഒരു സംഘമാണോ ഇവർ എന്നതിനെ സംബന്ധിച്ചും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചെറിയ കുട്ടിക്കുൾപ്പെടെ അവർ വില പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചു കുട്ടികളെ പോലും ഈ രീതിയിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബത്തിൽപ്പെട്ട 25-കാരിക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പക്ഷേ ഭാഗ്യം കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു. അജ്മാലിൽ മാനസിക നില തെറ്റിയ നിലയിലാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.